5 എടുത്ത് 5000 പേരെ പോഷിപ്പിച്ചിട്ട് ഈ ഭാഗം നിങ്ങൾ വായിക്കണം. സുവിശേഷത്തിലെല്ലാം ഉണ്ട്. ഈ ഭാഗം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരെ അക്കരെ പോകാൻ നിർബന്ധിച്ചു. ഇവിടെ മാത്രമാണ് അങ്ങനെ നിർബന്ധിച്ചത്. എഴുന്നേറ്റ് അക്കരെ പോടാന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. വേറൊരിടം അങ്ങനെ നിർബന്ധിച്ചിട്ടില്ല, ഇവിടെ നിർബന്ധിച്ചു. എന്നാ കർത്താവ് അങ്ങനെ നിർബന്ധിച്ചേ? എന്താ കർത്താവ് അങ്ങനെ നിർബന്ധിച്ചേ? സ്തോത്രം. അതിൻ്റെ ഒരാശയം ഇതാണ്. 12 കൊട്ട 12ൻ്റെ കയ്യിലിരിപ്പുണ്ട്. 5000 പേർ കൊടുത്തിട്ട് പിന്നെ എത്ര കൊട്ട ബാക്കി എടുത്തു? 12 കൊട്ട. അപ്പോൾ ഭയങ്കര വിടുതൽ കണ്ട് നിൽക്കുക 12 പേരും. 12 പേരും ശേഷിപ്പിച്ചെടുത്ത ഒരു കൊട്ടയും പിടിച്ചുകൊണ്ട് നിൽക്കുക. കാര്യം എന്നാണെന്നറിയാമോ? ആ കൂടെ 5 അപ്പോൾ 2 മീനുണ്ട്. ഇത് എന്തുള്ളൂ കർത്താവേ എന്ന് അങ്ങോട്ട് ചോദിച്ച ഇടത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇതെന്നാ ഉണ്ടെന്ന് അങ്ങോട്ട് ചോദിച്ച ഇടത്ത് 5000 എണ്ണത്തിനും ഹല്ലേലൂയ നിരത്തി ഇരുത്തി വയറ് നിറയെ കൊടുത്തിട്ട് ശേഷിച്ച് എല്ലാം കൂടി ഇവരുടെ അടുത്ത് പറക്കാൻ പറഞ്ഞു. അപ്പോൾ അത്ഭുതം കണ്ട് കണ്ണ് തള്ളി നിൽക്കുക. ഇപ്പോൾ യൗമാരെ ചിന്ത നേരത്തെ അവസ്ഥയല്ല. നേരത്തെ അവസ്ഥയെങ്കിൽ യേശുവിന് പിൻപേ പോകാൻ ഉറച്ചു, പിന്മാറില്ല. അതിൽ തികയാത്തോണ്ട് പിന്നെ ഇംഗ്ലീഷും കൂടെ പാടും. നോ ടേണിംഗ് ബാക്ക്. സ്തോത്രം. ഇപ്പം അതല്ല അവസ്ഥ. ഇപ്പം 12 കൊട്ട 12ൻ്റെ കയ്യിലിരിക്കുക. മനസ്സിലായോ? ഇതിട്ടേച്ച് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. എന്നാന്ന് പറഞ്ഞാൽ ഈ ഉപവാസത്തിൻ്റെ ആദ്യത്തെ ദിവസമൊക്കെ ഒന്ന് സഭയിലൊക്കെ വന്ന സമയത്ത് കർത്താവ് എന്ത് ചെയ്തു? ശക്തമായി പെട്ടെന്ന് വിടുതലങ്ങ് തന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. ഇന്നിപ്പോൾ എന്താണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉപവാസം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ചെറിയൊരു വൈക്ലഭ്യം, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ ചെറിയൊരു ബുദ്ധിമുട്ട് അല്ലേ? വൈക്ലഭ്യം എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമല്ലല്ലോ അല്ലേ? സ്തോത്രം. ചെറിയൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ആരാധനയ്ക്ക് വരാൻ ചെറിയൊരു അറപ്പ്, ചെറിയൊരു കാര്യം എന്നാണെന്നറിയാമോ? ഒരു കൊട്ട ഇപ്പോൾ കൈയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുമില്ല എന്ന് പറഞ്ഞ ഇടത്ത് ഒരു നിറവ്. കർത്താവിനറിയാം ഇത് യൗമാരെ കൈയിരിക്കുന്നിടത്തോളം കാലം ഇനി അടുത്ത് ഇതൊന്ന് കഴിച്ചിരിക്കാനായിരിക്കും യൗമാരെ ആഗ്രഹം. എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞു. കാര്യം എന്നാണെന്നറിയാം? ഒരു അത്ഭുതം ദൈവം ചെയ്യുമ്പം ചിന്തിച്ചോളണം, അടുത്തൊരു ദൗത്യമാണ്. അവിടെ കിടന്ന് ഉറങ്ങാനല്ല അത്ഭുതം. സ്തോത്രം. കൈയടിച്ച് വിടുതൽ പ്രാപിച്ചു എന്ന് പറഞ്ഞ് പോയി റെസ്റ്റ് എടുക്കാനല്ല. പലർക്കും പറ്റിയ അബദ്ധം അത്. സ്തോത്രം. അവിടെ നിന്നെ ദൈവം തൊടുമ്പം നീ നിശ്ചയിച്ചോളണം, നിനക്കൊരു ദൗത്യമുണ്ട്. നിനക്ക് ചെയ്യാൻ ഒരു വേല ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. ആ വേല നീ ചെയ്യാൻ തയ്യാറാകണം. സ്തോത്രം. അക്കരെ പോകാൻ പറഞ്ഞു. നിർബന്ധിച്ചവന്മാർ എന്ത് ചെയ്തു? പറഞ്ഞു വിട്ടു. ആരെങ്കിലും കർത്താവ് നിർബന്ധിച്ചാൽ പൊക്കോളണം കേട്ടോ. സ്തോത്രം. നിർബന്ധിക്കാതെ പോകുന്നതാണ് നല്ലത്. ഇവരങ്ങോട്ട് കയറി. സ്തോത്രം. 12 പേരും പടകിൽ കയറി ഏകദേശം നടുക്കടലിലെത്തിയപ്പോൾ കാറ്റും കോളൊക്കെ അടിച്ചു. സ്തോത്രം. നമുക്കറിയാം, നമുക്ക് ഇഷ്ടമില്ലാത്ത വിഷയമാണ്. സ്തോത്രം. കാറ്റും കോളും ഒക്കെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് അതുള്ളത് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, പത്മോസിലാണ് വിടുതൽ. സ്തോത്രം. അപ്പോൾ എൻ്റെ കാലിലെ ചിന്ത യൗമാരിങ്ങനെ പരസ്പരം തണ്ടുവലിക്കുക. അപ്പോൾ നിങ്ങളെന്ന് ഭാവനയിൽ കണ്ടേ യൗമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. പത്രോസ് യോഹന്നാനോട് പറയുന്നുണ്ട്, എടാ ഇടത്തോട്ട് വലിയടാ. യാക്കോവിനോട് പറയുന്നുണ്ട്, നീ വലത്തോട്ട് പിടിയിടാ. സ്തോത്രം. ഇവർ പിടിച്ചിട്ട് സംഭവം നിൽക്കുന്നില്ല. കാറ്റ് ശക്തിപ്പെടുക. സ്തോത്രം. വായിക്കുമ്പോൾ അങ്ങനെ കാണണം കേട്ടോ. അവർ നമ്മളെപ്പോലുള്ള മനുഷ്യരാ. സ്തോത്രം. വലിച്ചങ്ങ് തളർന്നു. സ്തോത്രം. ഒത്തിരി സമയം, ഏകദേശം 9 മണിക്കൂർ എന്ന എൻ്റെ അറിവ്. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചിട്ടും ഇത്രയും നേരം അവർ പിടിച്ചത് ഏത് ശക്തി കൊണ്ടാ? സ്വന്തം ശക്തി കൊണ്ടാ. കാറ്റ് അമന്നില്ല. അപ്പോൾ 4-ാം യാമത്തിൽ നമ്മുടെ ഹല്ലേലൂയ യേശു കർത്താവ് കടലിൻ്റെ മീതെ നടന്നു വന്നു. സ്തോത്രം. നമുക്കറിയാം, കണ്ടപ്പോൾ തന്നെ അവന്മാർ പറഞ്ഞു ഭൂതമാന്നു. സ്തോത്രം. ചിലപ്പോൾ അഭിഷേകം മൂത്താലും അങ്ങനെ സംഭവിക്കും. എത്ര പേർ ചുമ്മാ കണ്ണും പൂട്ടിക്കൊണ്ട് പറയും ഇതൊക്കെ ഭൂതമാന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞില്ലടാ ഞാനാ. സ്തോത്രം. നോക്കണേ, കഴിഞ്ഞ സെക്കൻഡ് വരെ അധ്വാനിക്കുക, കഴിഞ്ഞ സെക്കൻഡ് വരെ കഠിനമായിട്ട് പ്രയത്നിക്കുക, കഴിഞ്ഞ സെക്കൻഡ് വരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിലവിളിക്കുക, മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. യേശു വന്നപ്പോഴും കാറ്റ് അമർന്നിട്ടില്ല, കടൽ ശാന്തമായിട്ടൊന്നുമില്ല. സ്തോത്രം. നിങ്ങളെ ഭാഗം വായിച്ചറിയാം. പത്രോസും യേശുവും പടയിൽ കയറുമ്പോഴാണ് ശാന്തത വരുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ നിമിഷം വരെ ശക്തമായി പടകില് മുക്കുന്ന കാറ്റടിച്ചുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിലവിളിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യം കൂടെ എൻ്റെ ചിന്തയിൽ, തിരുവനന്തപുരം ചിന്തയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും, നമ്മളെ ഈ അർദ്ധരാത്രി പറഞ്ഞിട്ട് ഇങ്ങനെ എവിടെ പോയി കിടക്കണ്ടേന്ന്. സ്തോത്രം. ആമേൻ. അല്ലേ ബ്രദറെ? ഒരാളെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഉദ്ദേശിച്ച് ആരെയാ? യേശുവിനെ. പിന്നെ അവർ അങ്ങനെയല്ലേ, അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെ ഒരു ബന്ധമില്ലാത്തതാണ് നമുക്ക് പറ്റിയ തകരാറ്. സ്തോത്രം. നമ്മൾക്ക് എത്രയോ പ്രാവശ്യം ചോദിച്ചല്ലയോ? സ്തോത്രം. ഈ ദൈവം എവിടെയെന്ന്. സ്തോത്രം. എങ്ങും പോയിട്ടില്ല. ഇത് അവൻ്റെ ഒരു ചെറിയ ടെസ്റ്റിൻ്റെ സമയം മാത്രം, അത്രയേ ഉള്ളൂ. സ്തോത്രം. എങ്ങും പോയിട്ടില്ല, കൂടെ ഉണ്ട്. സ്തോത്രം. വരേണ്ട സമയത്ത് എന്ത് ചെയ്യും? ഇറങ്ങി വരും. ഹല്ലേലൂയ. എന്നാ സംഭവിച്ചെന്നറിയാമോ? ആമേൻ. കരഞ്ഞ് നിലവിളിക്കുന്ന ഇവരുടെ നടുവിൽ നിന്ന് ഒരുത്തൻ്റെ ഒരു പ്രാർത്ഥന. സ്തോത്രം. ആരുടെയാ? പത്രോസിൻ്റെ പ്രാർത്ഥന. പത്രോസ്
എൻ്റെ ചിന്തയിലാണെങ്കിൽ എൻ്റെ പൊന്ന് കർത്താവേ, എങ്ങനെയെങ്കിലും ഈ കാറ്റൊന്ന് കടലൊന്ന് ശാന്തമാവും. 8-9 മണിക്കൂർ കൊണ്ട് മനുഷ്യൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. എങ്ങനെയെങ്കിലും ഒരു അതാ നമ്മുടെ പ്രാർത്ഥന അല്ലേ, എങ്ങനെയെങ്കിലും ഒരു വിടൽ. പക്ഷെ പത്രോസ് അതല്ല പ്രാർത്ഥിച്ചേ. സ്തോത്രം. പത്രോസ് ഒരു പ്രാർത്ഥന, നീയാണെങ്കിൽ എനിക്കിതിൻ്റെ മുകളിൽ നടക്കണം. അപ്പം മനസ്സിലായോ നിങ്ങൾക്ക്? അതെന്നാ പ്രാർത്ഥനയുടെ പ്രത്യേകത? കഴിഞ്ഞ 9 മണിക്കൂറായിട്ട് എന്നെയും എൻ്റെ കൂട്ട് സഹോദരങ്ങളെയും മുക്കാൻ ശ്രമിക്കുന്ന ഈ പ്രശ്നം, എന്നെ തകർക്കാൻ കഴിഞ്ഞ സെക്കൻഡ് വരെ ഇത് പരിശ്രമിക്കുക. ആ പ്രശ്നം മാറണമെന്നല്ല, എനിക്ക് പ്രശ്നം മാറുന്നതിന് മുമ്പേ ആ പ്രശ്നത്തിൻ്റെ മുകളിൽ എനിക്ക് നടക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രശ്നം നീങ്ങണമെന്നല്ല, എൻ്റെ പ്രശ്നത്തെ എടുത്തു മാറ്റണമെന്നല്ല, ഈ കഴിഞ്ഞ നിമിഷം വരെ എന്നെ തകർത്ത വിഷയത്തിൻ്റെ മുകളിൽ എൻ്റെ കാല് ചവിട്ടി എനിക്കൊന്ന് നടക്കണം. ഇന്ന് രാത്രി എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ ദൈവത്തോട് പറയും, അതേ കർത്താവേ, എന്നെ തകർത്ത പ്രശ്നത്തെ എന്റെ കാൽ കീഴാക്കി ഈ 17-ാം ദിവസം രാത്രി എനിക്കൊന്ന് നടക്കണം. സ്തോത്രം, സ്തോത്രം. ഇവര് ഹല്ലേലൂയ വല്ലാതെ പരിഭ്രമിച്ചു പോയി ആ വിഷയത്തിന്റെ പുറത്തൂടെ ഈ പത്രോസ് ഇപ്പം നടക്കുക, അവന്റെ കാൽ കീഴാക്കുക. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കർത്താവിന് അറിയത്തില്ലേ, സർവജ്ഞാനിയായ കർത്താവിന് അറിയത്തില്ലേ നടുക്കടലിലെത്തുമ്പോൾ ഇങ്ങനെ ഒരു അന്ധകാര ശക്തി ഇളകുമെന്ന്? സ്തോത്രം. അറിയത്തില്ലയോ? അതോ കർത്താവിന് അബദ്ധം പറ്റിയോ? അയ്യോ, ഞാൻ അത് വിട്ടുപോയി. നമ്മളെപ്പോലെ സ്തോത്രം എത്ര ജാഗരിച്ചിട്ടും ആ മറ നീങ്ങാതിരുന്നതാണോ? നമ്മളൊക്കെ ആണെങ്കിൽ എത്ര ജാഗരിച്ചാലും വലിയ മറയാ കാണുന്നേ. സ്തോത്രം. മറ നീങ്ങാൻ നമ്മൾ ഒരുപാട് പരിശ്രമങ്ങളൊക്കെ നടത്തും, മറ നീങ്ങും, എന്നാലും നീങ്ങൂല. അവസാനം മറയാട്ടൊക്കെ നമ്മൾ പോണത്. സ്തോത്രം. കർത്താവിന് അങ്ങനെ വിഷയമൊന്നുമില്ല. സ്തോത്രം. കർത്താവിന് അറിയത്തില്ലയോ? അറിയില്ലേ മോളെ? അറിയാം. സ്തോത്രം. ഈ കടലിൽ ഈ ഭാഗത്തെത്തുമ്പോൾ കാറ്റിളകുമെന്നറിയാം, കൊടുങ്കാറ്റടിക്കും, യോമാരെ മുക്കാൻ ശ്രമിക്കുമെന്നറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കണേ, ഏത് കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിലാണെങ്കിലും നിന്നെ വിളിച്ചവനതറിയാം. നിന്നെ വിളിച്ച ദൈവത്തിനതറിയാം. നീ ഇന്നടത്ത് പ്രശ്നത്തിലാകുമെന്ന് അറിയാത്തൊരു ദൈവമല്ല എൻ്റെ കർത്താവ്. സ്തോത്രം, സ്തോത്രം. നീ കുറച്ചു നേരം തണ്ട് വലിക്കുമ്പോൾ കാണാതിരിക്കുമെന്നോ അല്ല. ഞാനും കുടുംബമായിട്ട് എത്ര കാലം കൊണ്ട് പരിശ്രമിക്കുന്ന പാസ്റ്ററേ. സ്തോത്രം. എൻ്റെ പൊന്നു കുഞ്ഞെ, കർത്താവ് കൈവിട്ടേക്ക് എന്നേ നിൻ്റെ പരിശ്രമം ഇവിടെ തീർന്നേനെ. നീ ഇന്നും പരിശ്രമിക്കുന്നത് ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉള്ളതുകൊണ്ടാ. സ്തോത്രം. ഒരു വിടുതലിന് അവൻ ഇറങ്ങി വരുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ ഇന്ന് രാത്രി നിന്നെ നിർത്തിയിരിക്കുന്നതെന്ന് നീ വിശ്വസിക്കാൻ തയ്യാറാകുക. പ്രശ്നത്തിൽ നീ നിലനിൽക്കുന്നത്, പ്രതിസന്ധിയെ ജയിച്ച് മുന്നേറുന്നത്, അവൻ നിന്റെ അരികിൽ വന്ന് നിന്നെ ഒരു അത്ഭുതമാക്കുമെന്ന് അവൻ ഉറപ്പുള്ളത് കൊണ്ടാ. വിശ്വസിക്കാൻ മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കുക.